നമസ്കാരം. തലസ്ഥാന നഗരത്തിലെ കോർപ്പറേഷൻ ഭരണത്തിൽ വലിയ രാഷ്ട്രീയ അട്ടിമറികൾക്ക് കളമൊരുങ്ങുന്നു. ഭരണസ്തംഭനവും കൗൺസിലർമാർ തമ്മിലുള്ള നിരന്തരമായ സംഘർഷങ്ങളും ചൂണ്ടിക്കാട്ടി UDF അവിശ്വാസ പ്രമേയത്തിനൊരുങ്ങുമ്പോൾ കോർപ്പറേഷന്റെ ഭരണം വലിയൊരു പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. നിലവിൽ 101 അംഗ കൗൺസിലിൽ 50 അംഗങ്ങളുടെ പിന്തുണയോടെയാണ് BJP അധികാരത്തിലിരിക്കുന്നത്. എന്നാൽ സുഗമമായ ഭരണത്തിന് വേണ്ട ഭൂരിപക്ഷം നിലനിർത്താൻ ഇപ്പോൾ BJP പാടുപെടുകയാണ്. BJP ഭരണത്തെ ആശങ്കയിലാഴ്ത്തുന്നത് വാഴോട്ടുകുണം കൗൺസിലർ R. സുഗതന്റെ അസാന്നിധ്യമാണ്. കാപ്പ കേസിൽ ജയിലിലായതിനെ തുടർന്ന് അദ്ദേഹത്തിന് ഇതുവരെ സത്യപ്രതിജ്ഞ ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇതോടെ സഭയിലെ അംഗബലം 100 ചുരുങ്ങി. BJPക്ക് സ്വന്തമായി 49 അംഗങ്ങളാണുള്ളത്. ഒരു സ്വതന്ത്ര കൗൺസിലറുടെ പിന്തുണയോടെയാണ് അവർ 50 എന്ന മാന്ത്രിക സംഖ്യയിൽ എത്തി നിൽക്കുന്നത്. എന്നാൽ അവിശ്വാസ പ്രമേയം വന്നാൽ ഈ സ്വതന്ത്രന്റെ നിലപാട് BJPയുടെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടും. BJP ഭരണത്തെ താഴെ ഇറക്കാൻ LDFും UDFും കൈകോർക്കുമോ എന്നതാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ഇപ്പോൾ നടക്കുന്ന പ്രധാന ചർച്ച. പ്രതിപക്ഷത്തെ 29 സീറ്റുകളുള്ള LDFും 20 സീറ്റുകളുള്ള UDFും മറ്റൊരു സ്വതന്ത്രനും ചേർന്ന് വോട്ട് ചെയ്താൽ ഭരണപക്ഷത്തിനെതിരെ 50 വോട്ടുകൾ സമാഹരിക്കാനാകും. ഇവർക്കൊപ്പം BJP പക്ഷത്തുള്ള സ്വതന്ത്രനായ പാറ്റൂർ രാധാകൃഷ്ണനും കൂടുമാറിയാൽ അത് അട്ടിമറിയാകും. ഇത് BJP ഭരണത്തിന്റെ അന്ത്യം കുറിക്കും. എന്നാൽ പരസ്പരം പോരടിക്കുന്ന കോൺഗ്രസും CPMും ഇത്തരമൊരു തീരുമാനത്തിൽ ഒന്നിക്കുമോ എന്നത് ഇപ്പോഴും വലിയ ചോദ്യചിഹ്നമാണ്. അതേസമയം ഓപ്പറേഷൻ ലോട്ടസ് മാതൃകയിലുള്ള രാഷ്ട്രീയ കരുനീക്കങ്ങൾ തലസ്ഥാനത്തും പ്രതീക്ഷിക്കാമെന്ന് നിരീക്ഷകർ കരുതുന്നു. അവിശ്വാസ പ്രമേയത്തെ അതിജീവിക്കാൻ BJP നേതൃത്വം തന്ത്രങ്ങൾ മെനയുന്നുണ്ട്. തങ്ങളുടെ പിന്തുണയിലുള്ള സ്വതന്ത്ര കൗൺസിലർ കൂടുമാറില്ലെന്ന ഉറച്ച വിശ്വാസത്തിലാണ് BJP നേതൃത്വം. എന്നാൽ കോർപ്പറേഷനിലെ സമീപകാല സംഭവ വികാസങ്ങൾ അത്ര ശുഭകരമല്ല. പാറ്റൂർ രാധാകൃഷ്ണൻ എന്ന സ്വതന്ത്ര കൗൺസിലറുടെ നിലപാട് ഇവിടെ നിർണായകമാണ്. രാധാകൃഷ്ണനെ മേയറാക്കാമെന്ന ഓഫർ നൽകി കൂടെ നിർത്താൻ കോൺഗ്രസ് കേന്ദ്രങ്ങൾ ശ്രമം നടത്തുന്നുണ്ട്. ഇതിന് CPM പിന്തുണ നൽകുമോ എന്നതും കോർപ്പറേഷൻ ഭരണത്തിന്റെ ഗതി തീരുമാനിക്കും. നേരത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ ഇവർ കൈകോർക്കാൻ തയ്യാറായിരുന്നില്ല. സത്യപ്രതിജ്ഞാ വിവാദത്തെ തുടർന്നുണ്ടായ സംഘർഷത്തിൽ മേയർ VV രാജേഷിനും ഡെപ്യൂട്ടി മേയർക്കുമെതിരെ അടക്കം കേസുകൾ രജിസ്റ്റർ ചെയ്തത് ഭരണപക്ഷത്തെ വലിയ പ്രതിരോധത്തിലാക്കി. LDF കൗൺസിലർ സിന്ധു ശശിയുടെ പരാതിയിൽ മേയർക്കെതിരെയും BJP കൗൺസിലർ ശ്രുതിയുടെ പരാതിയിൽ LDF നേതാക്കൾക്കെതിരെയും കേസുകൾ നിലവിലുണ്ട്. വിഴിഞ്ഞം ഹാർബർ വാർഡിലെ ഫ്ളാറ്റ് നിർമ്മാണത്തിലെ ക്രമക്കേടുകളും സ്മാർട്ട് സിറ്റി പദ്ധതിയിലെ അപാകതകളും മേയർക്കെതിരെ പ്രതിപക്ഷം ആയുധമാക്കുന്നുണ്ട്. ഭരണപരമായ വീഴ്ചകൾ അക്കമിട്ട് നിരത്തിയാണ് അവിശ്വാസ പ്രമേയത്തിലേക്ക് UDF നീങ്ങുന്നത്. ഇതിനെ എങ്ങനെ നേരിടണമെന്ന കാര്യത്തിൽ BJP ക്യാമ്പ് ആശയക്കുഴപ്പത്തിലാണ്. ഒരു വശത്ത് VV രാജേഷ് എന്ന ജനകീയ മേയർ എന്ന പ്രതിച്ഛായ നേടിയെടുത്തിട്ടുണ്ടെന്നാൽ രാജേഷ് ഭരണം തുടരുന്നത് തങ്ങൾക്ക് രാഷ്ട്രീയമായി തിരിച്ചടിയാകുമെന്ന് CPMും കോൺഗ്രസും ഒരുപോലെ കരുതുന്നു. ഇതാണ് അവിശ്വാസ നീക്കത്തിന് പിന്നിലെ പ്രധാന പ്രേരണ. പ്രതിസന്ധികൾക്കിടയിലും ഭരണം നിലനിർത്താൻ BJP സർവ്വസന്നാഹങ്ങളും ഉപയോഗിക്കും. തിങ്കളാഴ്ച നടക്കുന്ന കൗൺസിൽ യോഗത്തിൽ എന്തും സംഭവിക്കാം. കോർപ്പറേഷന്റെ രാഷ്ട്രീയ ഭാവി നിർണ്ണയിക്കുന്ന ഒരു ദിനമായിരിക്കും ഇത്. സ്വതന്ത്ര കൗൺസിലർമാരുടെ നിലപാട് BJP ഭരണത്തിന്റെ ആയുസ്സും നിശ്ചയിക്കും. കൂറുമാറ്റം നടന്നാൽ മേയർ VV രാജേഷിന് കസേര തെറിക്കും. അവിശ്വാസ പ്രമേയം വന്നാൽ BJPക്ക് ഭരണം കൈവിട്ടു പോകാനുള്ള എല്ലാ സാഹചര്യവുമുണ്ട്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ തലസ്ഥാനത്ത് വലിയ രാഷ്ട്രീയ നാടകങ്ങൾക്കാണ് സാധ്യത.